എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ സ്ഥാനാന്തരവും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാനുണ്ട്. അതുകൂടെ നോക്കാം. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് 8ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ള 2 ചിത്രങ്ങളാണ് നമുക്ക് പരിശോധിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ചിത്രം ശ്രദ്ധിക്കുക. എ എന്ന സ്ഥാനത്ത് നിന്ന് ഒരാൾ യാത്ര തിരിച്ച് ബി, സി, ഡി എന്നീ സ്ഥാനങ്ങളിലൂടെ തിരിച്ച് എയിലെത്തുന്നു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് ഒരാൾ യാത്ര തിരിച്ച് ബി, സി, ഡി ഈ പോയിന്റിലേക്ക് സ്ഥാനങ്ങളിലൂടെ തിരിച്ച് എയിൽ തന്നെ എത്തിച്ചേരുകയാണ്. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ താഴെ തന്നെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. ആ പട്ടിക ശ്രദ്ധിക്കുക. സഞ്ചരിച്ച ആളിന്റെ സ്ഥാനമാറ്റം ദൂരത്തിലും സ്ഥാനാന്തരത്തിലും നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ബിയിൽ എത്തുമ്പോൾ സഞ്ചരിച്ച ആളിന്റെ സ്ഥാനമാറ്റം എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ബിയിലേക്ക് 60 മീറ്റർ ആണ് ദൂരം. അപ്പൊ 60 മീറ്റർ എന്ന് നമുക്ക് എഴുതാം. 60 മീറ്റർ ആണ്. ഇനി സിയിൽ എത്തുമ്പോൾ എത്രയാണ് ദൂരം? വീണ്ടും ബിയിൽ നിന്ന് സിയിലേക്ക് 60 മീറ്റർ ഉണ്ട്. അപ്പം മൊത്തത്തിൽ 60 + 60 120 മീറ്റർ. 120 മീറ്റർ ആണ് ദൂരം. ഇനി സിയിൽ നിന്നും ഡിയിലേക്ക് 30 മീറ്റർ ഉണ്ട്. അപ്പൊ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 60 + 60 + 30. അപ്പൊ 120 + 30 150 മീറ്റർ. ഇനി തിരികെ എയിലെത്തുമ്പോൾ എത്ര ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും? 100 മീറ്റർ കൂടെ സഞ്ചരിച്ചു. അപ്പോൾ 60 60 30 + 100. അപ്പൊ 150 + 100 250 മീറ്റർ. 250 ആണ് ഇത്. ഓക്കെ, 250 മീറ്റർ. ഇനി സ്ഥാനാന്തരം നോക്കാം. എയിൽ നിന്നും ബിയിൽ എത്തുമ്പോൾ സ്ഥാനാന്തരം നമ്മൾ പഠിച്ചിരുന്നു. നേർരേഖ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അപ്പൊ എയിൽ നിന്നും ബിയിലേക്കുള്ള നേർരേഖ ദൂരം എന്ന് പറയുന്നത് 60 മീറ്റർ തന്നെയാണ്. പിന്നെ എയിൽ നിന്നും സിയിൽ എത്തുമ്പോഴുള്ള നേർരേഖ ദൂരം എത്രയാണ്? 80 മീറ്റർ ആണ്. ഇനി എയിൽ നിന്നും ഡിയിൽ എത്തുമ്പോഴുള്ള നേർരേഖ ദൂരം എത്രയാണ്? 100 മീറ്റർ ആണ്. ഇനി എയിൽ നിന്നും തിരിച്ച് എയിലെത്തുമ്പോൾ അവിടെ എന്താണ്? സ്ഥാനാന്തരം ഇല്ല അല്ലെ? അപ്പൊ അവിടെ സ്ഥാനാന്തരം എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു പിക്ചർ നോക്കാം. എ എന്ന സ്ഥലത്ത് നിന്ന് ഒരാൾ യാത്ര തിരിച്ച് ബി വഴി സി വരെ എത്തിയതുമായി ബന്ധപ്പെട്ട 2 ചിത്രങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ചിത്രം 9.5 അനുസരിച്ച് ആകെ സഞ്ചരിച്ച ദൂരം എത്ര? സ്ഥാനാന്തരം എത്ര? അപ്പൊ ഇവിടെ ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് എയിൽ നിന്നും ബി വരെ നമുക്കറിയാം 60 മീറ്റർ. ബിയിൽ നിന്നും സി വരെ 40 മീറ്റർ. സിയിൽ നിന്നും ഓക്കെ, അപ്പൊ 60 40 ആകെ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് 100 മീറ്റർ ആണല്ലോ. ഓക്കെ, 100 മീറ്റർ. ഇനി എയിൽ നിന്നും സി വരെയുള്ള സ്ഥാനാന്തരം എന്ന് പറയുന്നത് ആ നേർരേഖാ ദൂരമാണ്. അപ്പൊ അതെന്ന് പറയുന്നത് 80 മീറ്റർ ആണ്. 80 മീറ്റർ. ഓക്കെ, ഇനി 9.5 ബി അനുസരിച്ച് ആകെ സഞ്ചരിച്ച ദൂരം എത്രയാണ്? 100 മീറ്റർ ആണ്. സ്ഥാനാന്തരം എത്രയാണ്? അതും 100 മീറ്റർ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇന്നലെ ഒരു കാര്യം പഠിച്ചിരുന്നു. എന്തായിരുന്നു അത്? അതായത് നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി അതേ ദിശയിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും എന്തായിരിക്കും? തുല്യമായിരിക്കും എന്ന് പറഞ്ഞൊരു കാര്യം നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു. അത് ഈ സന്ദർഭത്തിൽ നമ്മളൊന്ന് ഓർക്കണം. ഇനി നമുക്കൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് 2016 ക്വസ്റ്റ്യൻ ആണ്. 2018 HSC ഫിസിക്കൽ സയൻസിൽ ദൂരവും സ്ഥാനാന്തരവും ആയിട്ടൊരു പ്രത്യേക ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല. 2016 ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം ഓപ്ഷൻ എ 1 ആയിരിക്കും, ബി 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും, സി 1നേക്കാൾ വലുതായിരിക്കും, ഡി 1നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ ഇതിൽ ഏതാണ് ആൻസർ? ഇതിൽ ആൻസർ എന്ന് പറയുന്നത് 1നേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും. കാരണം നമുക്കറിയാം ദൂരവും സ്ഥാനാന്തരവും നേർരേഖയിലാണെങ്കിൽ, ഒരേ ഡയറക്ഷനിലാണെങ്കിൽ ദൂരവും സ്ഥാനാന്തരവും തുല്യമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ?
അപ്പോൾ ഒരേ ഡയറക്ഷനിൽ പോകുമ്പോൾ ദൂരവും സ്ഥാനാന്തരവും തുല്യമായിരിക്കും. തുല്യമാണെങ്കിൽ ഇവ തമ്മിലുള്ള അംശബന്ധം എപ്പോഴും ഒന്നായിരിക്കും. ഇനി അതല്ല, വ്യത്യസ്ത ഡയറക്ഷനിൽ, വ്യത്യസ്ത ദിശയിലാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നതെങ്കിൽ അവിടെ ദൂരം എപ്പോഴും സ്ഥാനാന്തരത്തിനെക്കാട്ടിൽ കൂടുതലായിരിക്കും. അപ്പോൾ ദൂരവും സ്ഥാനാന്തരവും തമ്മിലുള്ള റേഷ്യോ നമ്മൾ എടുക്കുമ്പോൾ ദൂരം വലുതും സ്ഥാനാന്തരം ചെറുതുമാകുമ്പോൾ വലുതും ചെറുതും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും എന്തായിരിക്കും? വലുത് ബൈ ചെറുത് എന്ന്, സോറി, സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശം എന്താണ് ഇവിടെ ചോദിച്ചത്. സ്ഥാനാന്തരം എപ്പോഴും ചെറുതും വലുതുമായിരിക്കും. സ്ഥാനാന്തരം ചെറുതും ദൂരം എപ്പോഴും വലുതുമായിരിക്കും. അപ്പം സ്ഥാനാന്തരം ബൈ ദൂരം എന്ന് പറയുന്നത് ചെറുത് ബൈ വലുത് എന്നുള്ള രീതിയിലാണ് വരിക. അപ്പൊ നമുക്കറിയാം ഒരു ചെറിയ സംഖ്യ ഒരു വലിയ സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ എപ്പോഴും ഒന്നിനേക്കാൾ ചെറിയ ഒരു സംഖ്യ ആയിരിക്കും കിട്ടുന്നത്. അപ്പൊ അവിടെ ഒന്നിനേക്കാൾ ചെറുതോ ആയിരിക്കും, അതായത് ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ തുല്യമോ ആയിരിക്കും എപ്പോഴും എന്ത്, സ്ഥാനാന്തരവും ദൂരവും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത്. ഇനി അതല്ല തിരിച്ച് ദൂരവും സ്ഥാനാന്തരവുമായി തമ്മിലുള്ളതാണ് ചോദിച്ചതെങ്കിൽ നമുക്ക് നേരെ തിരിച്ച് ഒന്നോ അല്ലെങ്കിൽ ഒന്നിനേക്കാൾ വലുതോ എന്നായിരിക്കും എഴുതേണ്ടി വരിക കേട്ടോ. അപ്പൊ അതുകൂടെ ശ്രദ്ധിക്കുക.